ബാഗ്ദോഗ്രയിൽ നിന്ന് നമ്മൾ ഇന്ന് ചെലിക്കുകയാണ്. നമ്മുടെ രതീഷ് ഭായി ആണ് നമ്മുടെ ഇലക്ട്രിക് ഓട്ടോ കൊണ്ടുപോകുന്നത്. ഓക്കെ, ബാബുദേ കയറി സാമാനൊക്കെ ഇതിനകത്ത് കയറ്റി ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പാണ്. ഓക്കെ, ചലോ പോലെ ബാബു, ബൈ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഭൂട്ടാൻ യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ ഇന്ത്യയിലേക്ക് തിരിക്കുകയാണ്. ഭൂട്ടാൻ അതിർത്തിയിലുള്ള എമിഗ്രേഷൻ സെൻറ്ററിൻ്റെ ഓഫീസിലൂടെയുള്ള ഈ യാത്ര കഴിഞ്ഞ് അപ്പുറം കടന്നാൽ നമ്മളുടെ മനോഹരമായ ഇന്ത്യ. വളരെ നിശബ്ദമായ ഫുൻഷോളിങ്ങിൽ നിന്നും ഈ അതിർത്തി കടന്ന് ഇപ്പുറത്തേക്ക് കടക്കുമ്പോൾ കാണുന്ന കാഴ്ച ജനനിബിഡമായ കോലാഹല ബഹളങ്ങൾ കൊണ്ട് നിറഞ്ഞ നമ്മുടെ ഇന്ത്യ. ഇത് ജയ്ഗോൺ സിറ്റി. ഈ മതിൽക്കെട്ടിനപ്പുറത്ത് നിശബ്ദമായ സുന്ദരമായ ഒരു രാജ്യമുണ്ടെന്ന് ആർക്കും തോന്നുകയേയില്ല. നമ്മളിവിടെ ഭൂട്ടാൻ ബോർഡറിൽ നിന്നും ഇന്ത്യയിലേക്ക് പ്രവേശിച്ചു, ജയ്ഗോൺ. അപ്പോൾ ആ ജയ്ഗോണിൽ വരുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതായി കാണുന്നത് വല്ലാത്ത റഷുള്ള ഒരു റോഡാണ്, ഒരു കവലയാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്, എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. എയർപോർട്ടിലേക്ക് അല്ല കേട്ടോ, എവിടേക്ക് പോണേ? ബാഗ്ദോഗ്ര പോകുന്നു. ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്, ജയ്ഗോണിൽ നിന്ന് പുറപ്പെടുകയാണ്. എല്ലാവരും കയറുന്നു വണ്ടിയിൽ. ടീംസൊക്കെ ഉണ്ട്. വരുൺ, ശ്യാം, യദ്വി മാം, സുഷമ മാം, ബാബു, ഞങ്ങൾ 6 പേര്. ഇത് നമ്മുടെ ബാഗ്ദോഗ്ര എയർപോർട്ടിന് ഒരു 4 കിലോമീറ്റർ നീങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതിന് എയർപോർട്ട് മോർ എന്ന് പറയും, എയർപോർട്ട് വഴി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം. അവിടുത്തെ മാർക്കറ്റാണത്. ഇവിടെയാണ് ഞങ്ങളൊരു ദിവസം താമസിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ജോലി അന്വേഷിച്ച് ബംഗാളികൾ വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്നിരിക്കുകയാണ്. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ഈ ബാഗ്ദോഗ്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ മാർക്കറ്റിനടുത്തുള്ള ഒരു ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഒരു ദിവസത്തേക്ക്. കാരണം നാളെയാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. ഇന്നില്ല, ഇന്ന് കാലത്തായിരുന്നു ഫ്ലൈറ്റ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നാളെയാണ് ഫ്ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ താമസിക്കുകയാണ്. ഇവിടെ ബാഗ്ദോഗ്ര ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്, ഇതിൻ്റെ 3rd ഫ്ലോറിൽ. അവിടെയാണ് ഒരു ദിവസത്തേക്ക് നമ്മൾ താമസിക്കുന്നത്. ഇതിൻ്റെ വഴിയോര കാഴ്ചകളാണ് ഈ കാണുന്നത്, വഴിയോര കാഴ്ചകൾ. ബംഗാളികളെയും ബംഗാൾ തെരുവുകളും നമുക്കൊന്ന് പരിചയപ്പെടാം. ബാഗ്ദോഗ്രയിലെ എയർപോർട്ട് മോർ എന്നറിയപ്പെടുന്ന, എയർപോർട്ട് വഴി എന്നറിയപ്പെടുന്ന ഫാൻസി മാർക്കറ്റിൻ്റെ തെരുവിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈക്കിൾ സവാരിക്കാരും അതുപോലെ ഇലക്ട്രിക് ഓട്ടോറിക്ഷയുമൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകൾ തന്നെയാണ്. ഇന്ന് ഈ ബംഗാൾ മണ്ണിലാണ് ഞങ്ങൾ ഉറങ്ങുന്നത്. ബംഗാളികളെ തേടിയെത്തിയ മലയാളികൾ. അപ്പോൾ ഈ ഫാൻസി മാർക്കറ്റ് പേര് ഇപ്പോൾ കിട്ടിയത്, ഫാൻസി മാർക്കറ്റ്. അപ്പോൾ ഈ ഇവിടെ ഒരുപാട് പച്ചക്കറി, ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ, ഐറ്റംസ്. വിലയുടെ കാര്യമൊന്നും അറിയില്ല, നോക്കണം മാത്രം. അപ്പോൾ അവിടെ പാനിപ്പൂരിയുടെ ഒരു സ്റ്റാളുണ്ട്. അപ്പോൾ എന്തായാലും നാളെയല്ലേ പോകുന്നത്, വൈകുന്നേരമൊക്കെ ഒന്ന് നടന്ന് ഒരു പാനിപ്പൂരി കഴിച്ചാൽ എങ്ങനെയാണെന്ന് നോക്കാം. പാനിപ്പൂരി ഇവിടുത്തെ മാർക്കറ്റ് കഴിഞ്ഞ് വരുന്ന ഒരു റെയിൽവേ ക്രോസാണത്. ഇവിടെ അടുത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇവിടെ അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ, അങ്ങാകല. അവിടെ നോക്കിയാൽ കാണാം. അവിടെ തൊണ്ടോടുകൂടിയ വറുത്ത നിലക്കടല 2 പൊതി വാങ്ങി. ഇവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞല്ലോ. ഈ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ടാണ് ഇവിടെ ഈ എയർപോർട്ടിൻ്റെ എൻഡ്. ഇവിടെ നിന്ന് നോക്കിയാലേ അവിടെ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, എയർപോർട്ടിൽ ടേക്ക് ഓഫ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്, കുടുംബമൊക്കെ ആയിട്ട് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വീക്കെൻഡ് ഇന്ന് ശനിയാഴ്ചയാണ്.
വീക്കെൻഡ് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണെന്നാണ്. ഇത് അവിടെ നിന്നുള്ള റെയിൽവേ ട്രാക്കിൻ്റെ ഒരു എൻഡാണ്, അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണത്. കണ്ടോ, ഇവിടെ ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് നോക്കി നിൽക്കുകയാണ്. അവിടെയുള്ള ആ ബോർഡിൻ്റെ ഗ്യാപ്പിലൂടെ ഫ്ലൈറ്റ് പൊന്തുന്നത് കാണാൻ പറ്റും. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ നിൽക്കുന്നത്. കുറച്ച് നേരം ഞങ്ങളും ഇവിടെ ഇങ്ങനെ നോക്കി നിന്നു, പക്ഷേ ഫ്ലൈറ്റ് പൊന്തുന്നത് കണ്ടില്ല. ഇവിടുത്തെ ഈ എയർപോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു ഭാഗമാണ്. ഇത് കണ്ടില്ലേ, RTA എന്ന് പറയുന്ന വിമാനം. ഇവിടെ ഇത് പറത്താനുള്ള ട്രെയിനിങ് ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യോമസേനയുടെ ഒരു ട്രെയിനിങ് സെൻറ്റർ കൂടിയാണിത്. RTA. ഇവിടെ മീനൊക്കെ വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ കടുവില്ലേ, കടുവിൻ്റെ പോലത്തെയുള്ള ഒരു മീനെ ബക്കറ്റിലൊക്കെ ഇട്ടിട്ട് പാത്രത്തിലൊക്കെ ഇട്ടിട്ട് വിൽക്കുന്നുണ്ട്. ഇത് വെസ്റ്റ് ബംഗാളിലെ ഒരു ഗ്രാമക്കാഴ്ചയാണ് കേട്ടോ, ഗ്രാമക്കാഴ്ച എന്ന് പറയുകയാണെങ്കിൽ. എയർപോർട്ടിൻ്റെ അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഒരു ചേരി ഗ്രാമമാണെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇവിടുത്തെ ആളുകളുടെ ജീവിതവും ഇവിടുത്തെ കടകൾ, ഇവിടുത്തെ ചെറിയ ചെറിയ വീടുകൾ, നമ്മൾ ബോംബെ ദില്ലിയിലൊക്കെ താമസിക്കുമ്പോൾ എങ്ങനെയാണോ ഇതുപോലെ. പിന്നെ വെള്ളം കുടിക്കാനായിട്ട് കുഴൽക്കിണർ സംവിധാനങ്ങൾ, ഒരു ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ ഗ്രാമത്തിൻ്റെ രീതികളൊക്കെ തന്നെയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ സിനിമകളിലൊക്കെ കാണില്ലേ, നോർത്ത് ഇന്ത്യയുടെ തെരുവ്, അങ്ങനെയൊക്കെ തന്നെ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മതിലുണ്ടല്ലോ, അത് പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. അവിടെ വ്യോമസേനയുടെ ഓഫീസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് കിടക്കാനായിട്ട് പറ്റില്ല, അനുവാദമില്ല. ഞങ്ങളവിടെ ചോദിച്ചു, ഞങ്ങളവിടെ നിന്ന് ഓടിപ്പിച്ചവർ. ഇത് ആൽത്തറക്കിലുള്ള ഒരു ക്ഷേത്രം, ശിവക്ഷേത്രം. ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടു നടക്കുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് ഞങ്ങളൊരു മലയാളി കട കണ്ടുപിടിച്ചു, മലയാളിയുടെ ഒരു കട. അതൊന്ന് കാണാം. ഇവിടെ കേരള സൗത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ഉള്ള ഒരു ഹോട്ടലുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിനകത്ത് നമ്മുടെ വിദ്യാധരേട്ടനാണ്, തിരുവല്ല എന്നാണ് സ്ഥലം പറഞ്ഞു, മാവേലിക്കരയുള്ള വിദ്യാധരേട്ടനാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കേരള ഫുഡൊക്കെ കിട്ടും. നല്ല വട കിട്ടും, ചൂടൻ വട കിട്ടും. പിന്നെ നല്ല നെയ് റോസ്റ്റ്, ദോശ, പൊറോട്ട, ഇവയൊക്കെ ഐറ്റംസൊക്കെ കൂടി ഉണ്ട്. വളരെ റയറായിട്ടാണ് നമ്മൾ ഇത്തരം കടകൾ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ബാഗ് ദോഗ്രയിൽ നിന്ന് നമ്മൾ ഇന്ന് ചെലിക്കുകയാണ്. നമ്മുടെ രതീഷ് ഭായി ആണ് നമ്മുടെ ഇലക്ട്രിക് ഓട്ടോ കൊണ്ടുപോകുന്നത്. ഓക്കെ, ബാബുദേ കയറി സാമാനൊക്കെ ഇതിനകത്ത് കയറ്റി ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പാണ്. ഓക്കെ, ചലോ പോലെ ബാബു, ബൈ. ബാഗ്ദോഗ്രയിലെ ഒരു ദിവസത്തെ താമസമൊക്കെ കഴിഞ്ഞ് ഇന്നലെ പരിചയപ്പെട്ട രതീഷ് ഭായ് എന്ന് പറയുന്ന ഒരു ബംഗാളിയുടെ ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ പോകുകയാണ്. നമ്മുടെ ഇവിടെയുള്ള ഓട്ടോറിക്ഷ പോലത്തെ ഓട്ടോറിക്ഷ അല്ല, ഇവിടെ ഒരു എന്താ പറയുക, ഒരു ബൈക്ക് സെറ്റപ്പ് ചെയ്ത പോലെയാണ് ഓട്ടോറിക്ഷ സെറ്റ് ചെയ്ത പോലെ തന്നെ. 6 പേരൊക്കെ ഇതിനകത്ത് യാത്ര ചെയ്യുന്നത് കാണാം. ഇതിലിപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. ഗായ് നേരാ നോക്കിയതല്ലേ അവിടെ. അങ്ങനെ വെസ്റ്റ് ബംഗാൾ നമ്മൾ കണ്ടു. വെസ്റ്റ് ബംഗാളിൻ്റെ നോർത്ത് പാർട്ടാണ് ഈ ബാഗ്ദോഗ്ര എന്ന് പറയുന്ന സ്ഥലം. ബാഗ്ദോഗ്ര. ഇങ്ങനെ ഇവിടെ ഒരു എയർപോർട്ട് ഉണ്ടെന്നും ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നൊക്കെ ഇവിടേക്ക് ഭൂട്ടാനിലേക്ക് ട്രിപ്പ് വരുന്ന സമയത്താണ് അറിഞ്ഞത് തന്നെ. നമ്മൾ പ്രധാനമായിട്ടും കൽക്കട്ടയാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, അവിടുത്തെ എയർപോർട്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കാറ്. പക്ഷേ ഇങ്ങനെയും ഒരു എയർപോർട്ട് ഉണ്ട് ഇവിടെ നോർത്ത് സൈഡിൽ. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ഈ യാത്രയെക്കുറിച്ച്, ഭൂട്ടാൻ യാത്രയെക്കുറിച്ച്? നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ
രസകരമായ യാത്രയായിരുന്നു. എല്ലാവരെയും ഭൂട്ടാനിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങൾ ചെറിയൊരു പാക്കേജിലാണ് പോയത്, എക്കണോമിക്കൽ പാക്കേജ്. എല്ലാം വളരെ നല്ല ഹോട്ടലും നല്ല ഭക്ഷണവും നല്ല കാഴ്ചകളും. ശബ്ദം കേൾക്കുന്നില്ലേ? ഓടിക്കുന്ന ശബ്ദം കേൾക്കുന്നില്ലേ? അത് ഇന്ത്യ ആയതുകൊണ്ടാണ്. ഭൂട്ടാൻ there is no horn. Thank you. എയർപോർട്ടിലേക്ക് വരുമ്പോൾ ഒരു തേയിലത്തോട്ടം കണ്ടു. നിരപ്പായ നിലത്തുള്ള സാധാരണ പ്ലെയിൻ ഏരിയയിലുള്ള ഒരു തേയിലത്തോട്ടം. സാധാരണ ഹൈ റേഞ്ചിലാണ് കാണാറ് നമ്മൾ ഇതൊക്കെ. സാധാരണ നമ്മൾ തേയിലത്തോട്ടം കാണുന്നത് മേലെയാണ്, പ്ലെയിൻ. നമ്മൾ വലിയ മലനിരകളിലാണ് സാധാരണ നമ്മൾ കാണാറ്. ഇത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഭൂമിയിലാണ് ഇവിടെ തേയിലത്തോട്ടം ഉള്ളത്. അതുപോലെ എയർപോർട്ടിലേക്കുള്ള റോഡുകളിലേ കംപ്ലീറ്റ് വലിയ കരിങ്കൽ കല്ലുകൾ കൊണ്ട് ഇങ്ങനെ നിറച്ചിരിക്കുന്നു. റോഡിൽ ഗ്രിപ്പ് കിട്ടാനാണെന്നാണ് പറയുന്നത്. ഇത് എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയ വശം നമുക്കറിയില്ല. ചാടി ചാടിയാണ് വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടികളുടെ ടയറൊക്കെ ശരിക്കും തേയ്മാനം വന്ന് അവസാനിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എയർപോർട്ടിലെ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ഫ്ലൈറ്റ് കയറാനായിട്ട് പോവുകയാണ്. വരുമ്പോഴുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഇതൊരു ചെറിയ എയർപോർട്ടാണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ ഗ്രൗണ്ടിൽ വന്നിട്ട് ഇങ്ങനെ നടന്ന് കയറണം മേലേക്ക്, ഫ്ലൈറ്റിലേക്ക്. 9 ദിവസത്തെ ഭൂട്ടാൻ ടൂറിൻ്റെ അവസാന ദിവസമാണ് ഇന്ന്. നമ്മൾ തിരിക്കുന്നത്. വണ്ടി വിടുന്നു കേട്ടാ. ബൈ. ഈ നീല ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന മേഘക്കെട്ടുകൾ പോലെ ഭൂട്ടാനിലെ ഓർമ്മകൾ മനസ്സിലിങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. 9 ദിവസം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാർ, ഞങ്ങൾ പരിചയപ്പെട്ട മനുഷ്യർ, സംസാരിച്ച ആളുകൾ, ഇവരെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും മനസ്സിൽ വളരെ മധുരത്തോടു കൂടിയിട്ട് കാത്തുവയ്ക്കുന്നു. ഇപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഈ യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള 20 എപ്പിസോഡുകളായിട്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഭൂട്ടാൻ വീഡിയോയുടെ ഏറ്റവും അവസാനത്തെ 20ാമത്തെ വീഡിയോ ആണ്. അടുത്ത യാത്രയുടെ മുഴുവൻ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം ജോബ്സ് ട്രാവൽ വ്ളോഗ്. ബൈ ബൈ.